നമുക്കിന്ന് എൻ്റെ ഒരു റാൻഡം ഡേ ഇൻ മൈ ലൈഫ് കാണാം കേട്ടോ. അതും ഒരു ഓഫീസ് വേർഷൻ. രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടാനായിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പോയി കുറച്ച് പച്ചക്കറിയും കുറച്ച് പൂവൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഒരു വീക്കിലെ എല്ലാ ഡേയ്സും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അതിൽ തന്നെ വീക്ക് ഡേയ്സ്, വീക്കെൻഡ് ഡേയ്സ് അങ്ങനെ ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. വീക്ക് ഡേയ്സിൽ തന്നെ ഞാൻ ഓഫീസിൽ പോകുന്ന ദിവസം, ഞാൻ ഓഫീസിൽ പോകാത്ത ദിവസം എന്ന് പറഞ്ഞ് 2 കാറ്റഗറി ഉണ്ട്. അതിൽ തന്നെ ഞാനും ജിത്തുവേട്ടനും ഓഫീസിൽ പോകുന്ന ദിവസം, ഞാൻ മാത്രം ഓഫീസിൽ പോകുന്ന ദിവസം എന്നുള്ള വേറൊരു കാറ്റഗറിയും കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് എൻ്റെ ഓരോ ദിവസത്തെയും കാര്യങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും കേട്ടോ. ഇന്നിപ്പോൾ ഓഫീസിൽ പോകാനുള്ളത് കൊണ്ട് നേരത്തെ കുളിച്ചത് കൊണ്ടും പിന്നെ കർക്കിടക മാസം ആയതുകൊണ്ടുമാണ് കേട്ടോ രാവിലെ വിളക്കൊക്കെ കൊളുത്തുന്നത്. അല്ലെങ്കിൽ ഈ രാവിലത്തെ വിളക്ക് കൊളുത്തുന്ന പതിവൊന്നും എനിക്കില്ല. ഇനി മുതൽ അറ്റ്ലീസ്റ്റ് ഓഫീസിൽ പോകുന്ന ദിവസം എന്തായാലും രാവിലെ കുളിക്കുന്നതുകൊണ്ട് എന്നും വിളക്ക് കൊളുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവ് ഫീൽ തന്നെയാണ്. ജിത്തുവേട്ടന് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ടും കുട്ടികൾക്ക് ഇന്ന് എക്സാം ആയതുകൊണ്ടും അവരെല്ലാവരും ഉച്ചയ്ക്ക് ലഞ്ചിന് വീട്ടിലുണ്ടാവും. അപ്പോൾ പിന്നെ ഇന്ന് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഓഫീസിൽ പോകുന്നത്. ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലും കൊണ്ടുപോകാൻ എനിക്ക് നല്ല മടിയാണ് കേട്ടോ. അതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ ഞാൻ ഓഫീസിലേക്ക് ലഞ്ചും കൊണ്ട് പോകാറുള്ളൂ. ഏകദേശം ഒരു 9:30, 9:45 ഇടയ്ക്കാണ് എൻ്റെ ക്യാബ് വരിക കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ റെഡിയായി നമ്മുടെ ക്യാബിൽ കയറി. ഇന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ തിരക്ക് കുറവായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാൽ എനിക്ക് തെറ്റിപ്പോയി. നല്ല ട്രാഫിക് ആയിരുന്നു. ഓഫീസിൽ അധികം ഷോർട്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. 5:30 എൻ്റെ റിട്ടേൺ ക്യാബ്. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കും വർക്കൊക്കെ തീർത്ത് വേഗം ക്യാബിൽ കയറി തിരിച്ചു പോകുന്നു. ഇന്നത്തേക്കുള്ള എൻ്റെ വർക്ക് തീർത്തതുകൊണ്ടും ഫ്രൈഡേ ആയതുകൊണ്ടും ഇനി ഞാൻ കണക്ട് ചെയ്യുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ നോർമലി ഞാൻ വീട്ടിൽ വന്നിട്ട് വീണ്ടും ഒരു 8 മണി വരെയൊക്കെ കണക്ട് ചെയ്യാറുണ്ട്. ഓഫീസിൽ നിന്ന് തിരിച്ചു വന്ന് വാതിൽ തുറക്കുമ്പോൾ എന്നെ കാണുമ്പോൾ ഇവർ രണ്ടുപേരും ഓടി വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ തന്നെ ആ ഒരു ദിവസത്തെ ക്ഷീണം മുഴുവൻ മാറും കേട്ടോ. പിന്നെ കുറച്ചു നേരം ഓഫീസിലെ വിശേഷങ്ങളും സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യലും പിന്നെ ഫുഡൊക്കെ കഴിക്കലും ഒക്കെ ആയിട്ട് നല്ല ബിസി ആയിരിക്കും കേട്ടോ. പിന്നെ 9 മണിയാകുമ്പോഴത്തേക്കും അവരെ പിടിച്ച് കിടത്തി ഉറക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നിൽക്കുക. എന്നും രാത്രി ഇതൊരു പതിവാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഒക്കെ എപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നതെന്നൊക്കെ കുറേ പേര് എന്നോട് സംശയം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഈ സമയമാണ് കേട്ടോ എൻ്റെ മീ ടൈം.